ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദ 5th ഓഫ് ജാനുവരി. ഞാൻ ഈ വർഷം ആദ്യം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിൽ പോലും എനിക്കതിന് പറ്റിയില്ല ബിക്കോസ് ഐ വാസ് ഇൻ ഗോവ ഫോർ മൈ ന്യൂ ഇയർ. അത് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ബട്ട് ദെൻ ഐ വാസ് വെരി ഹാപ്പി. അപ്പം ഞാൻ 1-ാം തീയതി എടുക്കണമെന്ന് വിചാരിച്ചതാണ് ഈ വീഡിയോ, ബട്ട് സ്റ്റിൽ ഐ ഡിൻ ഗെറ്റ് ദ ടൈം ആൻഡ് ഐ വാസ് നോട്ട് ഹാവിങ് മൈ എക്യുപ്മെൻറ്റ്സ്. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ മൈക്കൊക്കെ ആയിട്ടാണ് ഗോവയിൽ പോയത് എങ്കിൽ പോലും എനിക്കതിനുള്ളൊരു നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയില്ല. ബട്ട് ദെൻ ഐ റീച്ച്ഡ് ഹോം. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഓക്കെ, ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് 2025 ബിക്കോസ് ദാറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഇയർ എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല, ബട്ട് മൈ മോസ്റ്റ് എഫക്റ്റഡ് ഇയർ. അതായത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഡ്രാമ സംഭവിച്ച വർഷമാണ് 2025. സോ ഐ ഹാഡ് എ ഗ്രേറ്റ് ന്യൂ ഇയർ ഒക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് ദിസ് ഈസ് എ വീഡിയോ ഫോർ എവ്രിബഡി ഹൂ ഗോസ് ത്രൂ ഹാർട്ട് ബ്രേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിഷമം, ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ ഈ വർഷവും മൂഞ്ചി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. 2026 നിങ്ങൾക്ക് ആദ്യം തന്നെ നെഗറ്റിവിറ്റി വന്നു, അല്ലെങ്കിൽ 2025 ഇത്രയും കഷ്ടപ്പെട്ടു. ബട്ട് എവ്രിബഡി ഈസ് പോസ്റ്റിംഗ് സ്റ്റോറീസ്. ചിലർ ടേബിളിൻ്റെ അടിയിൽ നിന്ന് ഗ്രേപ്സ് തിന്നുന്നു, ചിലർ മാനിഫെസ്റ്റ് ചെയ്യുന്നു, വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നു, ചിലർ they're celebrating with their loved ones. They have a boyfriend, husband, girlfriend, wife. അങ്ങനെ റിലേഷൻഷിപ്സ് ആയിട്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്ന കാണുന്നു. ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് വെൻ ഐ റിമെമ്പർ ഞാൻ ന്യൂ ഇയറിന് ഐ വാസ് സിറ്റിംഗ് ദെയർ ആൻഡ് ഞാൻ ഇങ്ങനെ ദർ ഇസ് എ ലോട്ട് ഓഫ് വൈബ്. കുറേ പാർട്ടി, ബഹളം, ഒച്ചപ്പാട് എല്ലാം ഉണ്ട്. ആൻഡ് ദ ക്ലോക്ക് വാസ് ഗോയിങ് ടു സ്ട്രൈക്ക് 12. അപ്പം ഇറ്റ് വാസ് 11:59. 12 ആയപ്പം ഈ മൊത്തം ഫയർ വർക്ക്സ് ബീച്ചിൻ്റെ അവിടെ. ആൻഡ് ഐ വാസ് സിറ്റിംഗ് ഹിയർ. ഞാനപ്പോൾ ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഐ സോ എ കപ്പിൾ. അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു. ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഞാൻ കുറച്ച് നേരം കൂടെ നോക്കിയിരുന്നു. ആൻഡ് ദെൻ ഐ കെയിം ബാക്ക് ടു റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഐ ജസ്റ്റ് ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഇല്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. എനിക്ക് ഒരു നിമിഷം എനിക്കത് വിഷമായെങ്കിൽ പോലും it's fine. അപ്പോഴാണ് ഐ ടോൾഡ് മൈ സെൽഫ്, നോ, യു കാൺ ഗിവ് അപ്പ് ഓൺ യുവർ ലൈഫ് ഓർ യുവർ ലവ് ഓർ എനിത്തിങ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ആരും ഇല്ലാത്തവർക്ക് മുന്നോട്ട് പോകാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. വെൻ യു ഹാവ് സംബഡി ടു ഹോൾഡ് യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്താൻ ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. പക്ഷേ അങ്ങനെ ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ഡോണ്ട് വറി, ഐ എം ഹിയർ ഫോർ യു. ഐ എം ഗോയിങ് ത്രൂ ദ സെയിം ആൻഡ് യു ഷുഡ് ടു. സോ 2025 ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഫോർ എവറിത്തിങ് ഐ ഹവ് ബീൻ ത്രൂ. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും മൂഞ്ചിയ ഒരു വർഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ കരിയറിൽ ഉണ്ടാവില്ല. ബിക്കോസ് ഇപ്പോൾ തിങ്കിങ് ബാക്ക് ഐ റിയലൈസ്, എൻ്റെ പൊന്നോ, ഐ ഹാവ് ബീൻ ത്രൂ സോ മച്ച് പെയിൻ. ഓക്കെ, ദാറ്റ് ഐ കാണ്ട് ഈവൻ ടെൽ യു ഹൗ മച്ച് പെയിൻ ഐ ഹാവ് ബീൻ ത്രൂ. അത് നിങ്ങൾക്ക് എത്ര ഞാനിവിടെ ഇരുന്ന് ഘോരം പ്രസംഗം നടത്തിയാലും യു വോണ്ട് റിയലൈസ് ദ എഫക്റ്റ് ഓഫ് ഓർ ഇമ്മൻസിറ്റി ഓഫ് പെയിൻ ഐ ഹാവ് ബീൻ ത്രൂ. അപ്പം എന്താ പറയേണ്ടതെന്ന് വിട്ടുപോയി. ദാറ്റ്സ് വൈ ഞാൻ ഈ ആങ്സൈറ്റി ടോപ്പിക്സ് വരുമ്പോൾ ഐ ഓൾവേസ് റൈറ്റ് ഇറ്റ് ഡൗൺ ബിക്കോസ് എനിക്ക് ഓർത്തിരിക്കത്തില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഐ ടോക്ക് അബൌട്ട്. സോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2025 ഇൻ റിയാലിറ്റി ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മൈ ബെസ്റ്റ് ഇയർ ബിക്കോസ് ഐ ഫൗണ്ട് ദ ലവ് ഓഫ് മൈ ലൈഫ് എന്ന് ഞാൻ വിചാരിച്ച ഒരു വർഷമാണത്. ആ ലവ് ഓഫ് മൈ ലൈഫ് ആ വർഷം തന്നെ ഏതോ വഴിക്ക് പോയി. നോട്ട് ഈവൻ മൈ മിസ്റ്റേക്ക്. ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും അടിപൊളിയായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച റിലേഷൻ പൊട്ടി പാളീസായി ഏതോ വഴിക്ക് പോയി. ആൻഡ് ദ പെയിൻ ദാറ്റ് കംസ് ആഫ്റ്റർ ദാറ്റ് ഇസ് വെരി ഹാർഡ്. അത് ഇപ്പോഴൊക്കെയാണേലും എപ്പോഴാണേലും ഇറ്റ് വിൽ ഓൾവേസ് ഹേർട്ട് യു. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഐ ഗോട്ട് എ DM ടുഡേ മോർണിംഗ്. ഓക്കെ, ഞാൻ അതിവിടെ കൊടുക്കുന്നൊന്നുമില്ല. ബട്ട് ദെൻ ഐ ഗോട്ട് എ DM ടുഡേ ടോക്കിംഗ് അബൌട്ട് ഹിം. പുള്ളീനെ വേറെ ആളായിട്ട് കണ്ടെന്നോ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ. ആൻഡ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഓ മൈ ഗോഡ്, ദിസ് പെയിൻ ഇസ് നോട്ട് ഗോയിങ്. ഇത് എത്ര നാൾ ഞാനിങ്ങനെ ഈ പെയിൻ എടുക്കണം എന്ന് ഞാൻ തന്നെ ആലോചിച്ചു പോയി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ലവ് ഹിം ഇപ്പം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് വിത്ത് ഹിം, ബട്ട് ദ പെയിൻ വിൽ ഓൾവേസ് സ്റ്റേ. ബട്ട്
നമുക്കത് അത് അതായിട്ട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. യു കാൻ ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് അങ്ങനെ ഇരുന്ന് പോകാൻ പറ്റത്തില്ല. സോ വാട്ട് എവർ പെയിൻ യു ഹാവ് ഇൻ യുവർ ലൈഫ് അത് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക. അതിരുന്ന് ആ പെയിൻ നിങ്ങൾ ഇരുത്തി അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. ലൈക്ക് പെയിൻ വരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒളിച്ചോടിയിട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടേലും ഓടിയിട്ടോ ഒരു കാര്യമില്ല. പെയിൻ പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ അതിൻ്റെ വഴിക്ക് പൊക്കോളും. ബട്ട് ട്രസ്റ്റ് മീ, പെയിൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ബട്ട് ഇൻ റിയാലിറ്റി ഐ എം ടെല്ലിങ് യു, വരുന്ന വിഷമങ്ങൾ ഏറ്റെടുക്കുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. സോ ഐ ഹാഡ് ദിസ് വേഴ്സ്റ്റ് ഇയർ ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു പീക്ക് ടൈം ഈ വർഷത്തിലുണ്ടായിരുന്നു. ഈ വർഷം മീൻസ് 2025 അതേ വർഷം തന്നെ എൻ്റെ ഏറ്റവും വലിയ ഡൗൺഫോളും വന്നു. ആൻഡ് ഇത് കണ്ടു ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഐ നോ ഒബ്വിയസ്ലി ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ ഹേറ്റ് മീ. ഐ ഡോണ്ട് നോ വൈ, വാട്ട് എവർ ദ റീസൺ. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും ഒരാളുടെ ലൈഫ് കൊളായതിൽ. ആൻഡ് ഐ നോ ദാറ്റ്സ് ഫൈൻ. ബട്ട് ഞാൻ എന്തുണ്ടെങ്കിലും ഐ ഓപ്പൺ മൈസെൽഫ് ടു എവ്രിബഡി. ഞാൻ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല. സോ മൈ ലൈഫ് വാസ് ലൈക്ക് ആൻ ഓപ്പൺ ബുക്ക്. അത് ഞാൻ 2026 കുറച്ച് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റിൽ ഞാൻ പറയുവാണ്, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഞാൻ എന്തായാലും ഈ വർഷം മാറ്റും. പിന്നെ ഐ റിമെമ്പർ ഐ നെവർ യൂസ് ടു ടേക്ക് പിൽസ് ഫോർ ഡിപ്രഷൻ. പക്ഷേ 2025 എനിക്ക് ആ ഒരു പ്രക്രിയയും കടന്നു പോകേണ്ടി വന്നു. ഞാൻ ഒരുപാടധികം മരുന്നുകൾ എടുത്ത് വാരിക്കൂട്ടി കഴിക്കേണ്ടി വന്നു. ഐ നെവർ യൂസ് ടു ഗെറ്റ് സ്ലീപ്പ്. എനിക്ക് ഉറങ്ങാൻ കൊതിച്ച സമയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എണീറ്റാൽ മതിയായിരുന്നു. ബിക്കോസ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എണീറ്റാൽ പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ രാത്രിയായല്ലോ. രാവിലെ എണീറ്റാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ, അയ്യോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ദിവസം തള്ളി നിൽക്കും. ഐ ഗെറ്റ് ദിസ് ആങ്സൈറ്റി, ഐ ഹാവ് ദിസ് ഓവർ തിങ്കിങ്ങിൻ്റെ ഒക്കെ നമ്മൾ എക്സ്ട്രീം പോവും. ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ ഞാൻ ആഫ്രിക്ക എത്തും. ആ ലെവൽ ഓഫ് തിങ്കിങ്ങിൽ ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ആൻഡ് മൈ മൈൻഡ് ആൻഡ് ബോഡി വിൽ ബി ഇൻ ഡിനയൽ. എൻ്റെ ബോഡി അനങ്ങത്തില്ല. എൻ്റെ മൈൻഡിൽ ഓക്കെ ഫസി എണീക്കണം, എണീറ്റ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും മൈ ബോഡി വുഡ് നെവർ എഗ്രി വിത്ത് മൈ മൈൻഡ്. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഐ ഏറ്റ് പിൽസ് ടു സ്ലീപ്പ്, ലോട്ട് ഓഫ് സ്ലീപ്പിംഗ് പിൽസ്. ഓ മൈ ഗോഡ്, ഇപ്പം എന്തോ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് ദെൻ ഞാൻ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ 2025 ഓക്കെ, ഐ വാസ് എ ലോട്ട് അബ്യൂസ്ഡ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. കുറേ ഞാൻ വാരിക്കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഐ വുഡ് നെവർ ഡു ദാറ്റ് ടു മൈസെൽഫ് ഇൻ 2026. പരിക്കുകളൊന്നും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കണം, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഒബ്വിയസ്ലി ശാരീരികമായിട്ട് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് ആർ മൈ നൈറ്റ്മെയർസ്. എനിക്കത് ഇടയ്ക്ക് രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പം ഇറ്റ് ഹിറ്റ്സ് മീ. അല്ലെങ്കിൽ ഇഫ് സംബഡി ലൈക്ക് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ദർ ഇസ് ദാറ്റ് റിഫ്ലക്ഷൻ. സോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഐ ഹാവ് ടു ഹീൽ എ ലോട്ട്. ഐ ഹാവ് എ ലോങ് വേ ടു ഗോ. ഇനി കുറേ ദൂരം എനിക്ക് സഞ്ചരിക്കാനുണ്ട് ഹീലിംഗ് പാതയിൽ. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇയർ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചേക്കുന്ന ടോപ്പ് 5 ഗോൾസിൽ ഒന്നാണ് ലെറ്റ് ഗോ ഓഫ് മൈ പാസ്റ്റ് ട്രോമാസ്. സോ എനിക്കതിന് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് ടു എവ്രിബഡി ഹൂ ഈസ് ഗോയിങ് ത്രൂ ഹാർട്ട് ബ്രേക്ക്, ഹൂ ഈസ് ഹീലിംഗ് ത്രൂ എനി കൈൻഡ് ഓഫ് പെയിൻ, എന്ത് പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഐ റിയലി ഹോപ്പ്. ആൻഡ് പിന്നെ ഓ മൈ ഗോഡ്, ഐ ഹാഡ് ടു ടോക്ക് അബൌട്ട് ദിസ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ പേര് നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന കുറേ പേര് നമ്മളെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആൻഡ് ദാറ്റ് ടു അത് ഞാൻ ഏറ്റവും അനുഭവിച്ചതും ഈ വർഷമാണ്. നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാലേ വാരി നിലത്തടിക്കുന്ന സ്വഭാവം കാണിക്കുന്ന ഒരു ലോഡ് ആൾക്കാർ എനിക്കുണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് ഇറ്റ് വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവൾ കൊച്ചിയിൽ വന്നിട്ട് അവൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാണ്ട് ഞാൻ എൻ്റെ കൂടെ നിർത്തി. 10 പൈസ അവളുടെ കയ്യിലെടുക്കാനില്ലാണ്ട് ഞാൻ അവളെ അങ്ങനെ നോക്കിയിട്ട് ഷീ ബാക്ക് സ്റ്റാർഡ് മീ. എന്നെപ്പറ്റി ഇല്ലാത്ത കുറേ കാര്യം പറഞ്ഞ് എൻ്റെ പൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ. സോ അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഷീ ഈസ് വിത്ത് ലല്ലു. ആൻഡ് അതൊക്കെ അവരുടെ ഇഷ്ടം അല്ലേ. ബട്ട് ഐ നെവർ ഡു ദാറ്റ് ടു എനി വൺ ഇൻ മൈ ലൈഫ്. എൻ്റെ ഒരു ഫ്രണ്ട്സിനോടും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അതും ഇത്രയും എന്നെ പറ്റിച്ച ഒരാളെ ഫ്രണ്ടാക്കുക ആൻഡ് ടു സപ്പോർട്ട് ഹിം. എന്നോടുള്ള ദേഷ്യത്തിനാണെങ്കിൽ പോലും ടു സപ്പോർട്ട് ഹിം ആസ് എ വുമൺ ഇസ്
തന്തയില്ലായ്മ തരം. ബിക്കോസ് ആ അവസ്ഥ അവൾക്ക് വരുമ്പം ഐ ഹോപ്പ് ഷീ റിയലൈസസ് ഒരു ചതിയനെ സപ്പോർട്ട് ചെയ്യുന്നത് എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ആൻഡ് ദെൻ അബൌട്ട് ദ റീബൗണ്ട് പാർട്ട്, ഈ ലൈഫിൽ നിന്ന് അവിടെ പോയവർ, ഫോർ എക്സാമ്പിൾ അല്ല തന്നെ ലൈഫിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ദേ സേ സോറി, അവർ നമ്മളോട് കുറേ കാല് പിടിക്കും, കരയും. എത്രയൊക്കെയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളാകുമ്പോഴത്തേക്കും കരയുമ്പോഴത്തേക്കും വി ഫീൽ സാഡ്. ഓക്കെ, എൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഐ ഫീൽ റിയലി സാഡ്. അതിപ്പോൾ എത്ര എന്നെ ദ്രോഹിച്ച ആളാണെങ്കിൽ പോലും ഐ ഹാവ് ദിസ് എമ്പതി ഇൻ മീ വിച്ച് ഇസ് എ ഡിസഡ്വാൻറ്റേജ് ഫോർ മീ. അപ്പം നമ്മളിങ്ങനെ റീബൗണ്ട് ആവണോ വേണ്ടേ, അല്ലെങ്കിൽ പറ്റുമോ, ഇത് പറ്റില്ല, ഇത് ശരിയാവുമോ, ഇനി നന്നാവുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും your mind is literally fucked up, but then the person proves he is the same. അതായത് ഒരു മാറ്റമില്ല, പിന്നെ അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാവുമ്പം ഐ റിയലൈസ്ഡ് ഇതൊരിക്കലും മാറുന്ന ഒരു അസുഖമല്ല, അങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റത്തില്ല. സോ ഐ ഹാഡ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഓൾസോ ദിസ് ഇയർ. മാറുമോ മാറൂല, ഇത് ശരിയാവോ, ഷുഡ് ഐ ഗോ വിത്ത് മൈ റിലേഷൻ വൺസ് അഗെയിൻ. അങ്ങനെ ഒരു ലോഡ് പ്രശ്നങ്ങൾ എൻ്റെ മൈൻഡിൽ ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തു. ആൻഡ് ഐ ഡിഡ്ന്റ് സേ ദിസ് ടു എനിവൺ എൽസ് ബിക്കോസ് ഐ ഡിഡ്ന്റ് want anybody else to suffer with my problems. സോ ഞാനത് അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞ. സോ മൈ ലൈഫ് ഇസ് ആക്ച്വലി ലൈക്ക് സ്റ്റാൻഡപ്പ് കോമഡി. എനിക്ക് എൻ്റെ ലൈഫ് ഒരു കോമഡി പോലെ തോന്നിയിട്ടുണ്ട്. ആസ് ഇൻ ആൻ ഇമോഷണൽ ഡ്രാമ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ഞാൻ തന്നെ ആലോചിച്ച് പോയി. ഇത്രയൊക്കെ ഒരാളുടെ ലൈഫിൽ ഒരു വർഷം കൊണ്ട് സംഭവിക്കുമോ? ടു മച്ച് ഡ്രാമ ടു ടേക്ക്. ഒരു റോളർ കോസ്റ്റർ റൈഡ് എന്ന് പറയും. ആൻഡ് ഐ ക്യാൻ റിയലി, എനിക്കൊരു മൈക്ക് നിങ്ങൾ തന്നാൽ എനിക്കത് സ്റ്റാൻഡപ്പ് കോമഡി പോലെ എൻ്റെ ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് പറ്റും. ബിക്കോസ് ഇറ്റ്സ് റിയലി ഫണ്ണി ടു ബി ഹോണസ്റ്റ്. ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ഐ അച്ചീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. അതായത് 2025 തീരാറായപ്പോൾ എനിക്ക് വന്ന ലൈഫിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് പീപ്പിൾ. അതിൽ എണ്ണം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിഷൻ ബോർഡിൽ കാണാമെന്ന് തോന്നുന്നു. മൈ സിസ്റ്റർ, ഷീ ഈസ് മൈ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഈസ് യുവർ ഫാമിലി ആൻഡ് യുവർ ഫാമിലി വിൽ ഓൾവേസ് സപ്പോർട്ട് യു വാട്ട് എവർ യു ഗോ ത്രൂ. പിന്നെ ദർ ആർ സം ഫ്രണ്ട്സ്, ദർ ആർ സം പീപ്പിൾ ഹൂ ബിക്കേം മൈ ഫാമിലി. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഐ ട്രാവൽ ടു എ ലോട്ട് ഓഫ് പ്ലേസസ്. എനിക്ക് ഐ ഗോട്ട് ഫ്രീഡം ഐ സപ്പോസ്. അതായത് എനിക്ക് എന്തും ചെയ്യാം. മത്ലബ് എനിക്ക് ഞാനാവാൻ പറ്റി. ബിക്കോസ് എനിക്ക് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരോട് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും, ആ ഒരു പേടി എൻ്റെ ഉള്ളിൽ നിന്ന് ശൂന്യമായി. ഐ ആം റിലീവ്ഡ് നൗ. ഇപ്പം തന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോഴോ എനിക്കങ്ങനെ ഒരു ടെൻഷനില്ല. അയ്യോ, ഇത് അവർ കാണുന്നുണ്ടല്ലോ, ഇത് ഇവർ കാണുന്നുണ്ടല്ലോ, അവരെന്ത് വിചാരിക്കും. ദർ ഈസ് നോബഡി ഇൻ മൈ ലൈഫ് ലൈക്ക് ദാറ്റ് റൈറ്റ് നൗ. ആൻഡ് ഞാൻ ആ പൊസിഷൻ ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഐ എം എ സെൽഫ് ലവ്ഡ് പേഴ്സൺ. ഞാൻ എന്താ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ. ആൻഡ് 2026 ഞാൻ എടുത്ത റെസൊല്യൂഷനിൽ മെയിൻ ഒന്നാണ്, ദർ ഇസ് നോ മോർ ഡ്രാമ ഇൻ മൈ ലൈഫ്. ഞാൻ ഡ്രാമ വലിച്ച് നീട്ടത്തില്ല. ആൻഡ് ഐ ഹീൽ മൈ പെയിൻ. ഐ ലെറ്റ് ഗോ ഓഫ് വാട്ട് എവർ മൈ പാസ്റ്റേഴ്സ് ബിഹോൾഡിങ് മീ. എനിക്ക് ബുദ്ധിമുട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ട്രോമാസ് ദാറ്റ് ഇസ് സ്റ്റക്ക് ഇൻ മൈ ഹെഡ്. അതൊക്കെ എങ്ങനെയും എനിക്ക് എടുത്ത് കളയണം. പിന്നെ ഐ ഹാവ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ. ഇപ്പോഴാണ് എനിക്ക് മുഖമൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് വണ്ണം വെച്ച് തുടങ്ങി. ആൻഡ് വെയിറ്റൊക്കെ ഒന്ന് സെറ്റാക്കി, ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി ഹാപ്പി ആയിട്ടിരിക്കണം. ഐ വോണ്ട് ടു ട്രാവൽ ടു എ ലോട്ട് ഓഫ് പ്ലേസസ്. അപ്പം ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ ഹാർട്ട് ബ്രേക്ക്, ഐ സജസ്റ്റ് നിങ്ങൾ കുറേ സ്ഥലം കാണണം, നിങ്ങൾ കുറേ ആൾക്കാരെ പരിചയപ്പെടണം, നിങ്ങൾ കുറേ സ്ഥലത്ത് പോകണം. യു ഹാവ് ടു സിറ്റ് പീസ്ഫുള്ളി. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരാളുള്ളവരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ പോലും അവർ പോയാൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി പോവും. ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഐ കുഡ് നോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് ലല്ലു. ആൻഡ് അത് പോയപ്പോഴത്തേക്കും ഇറ്റ് ജസ്റ്റ് വെൻറ്റ് ബ്ലാക്ക്. അതായത് നമുക്ക് തലയ്ക്ക് ബ്ലാക്ക് ഔട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ പോലെ ആയിപ്പോയി. ബട്ട് എന്ത് ചെയ്യാനാണ്, ലൈഫ് അങ്ങനെയാണ്. പീപ്പിൾ ഡൈ, അത് കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. 2025 ഇസ് ലൈക്ക് എ ഡെഡ് ഇയർ ഫോർ മീ. ആൻഡ് 2026 ഞാൻ പുനർജനിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് എവർ ലൈഫ് ഗീവ്സ് യു, എന്തൊക്കെ വിഷമം നിങ്ങൾക്ക് വന്നാലും പ്ലീസ് ട്രൈ ടു മൂവ് ഓൺ. പ്ലീസ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ആൻഡ് 2026 ഐ ഹോപ്പ് എവ്രിബഡി ഗോയിങ് ത്രൂ പെയിൻ ഹീൽസ്.
ആൻഡ് യു ഓൾ ആർ ഹാപ്പി ആൻഡ് ഐ ലവ് യു ഓൾ. അപ്പോൾ ഞാൻ ഈ വർഷം കുറേ അടിപൊളി കണ്ടൻറ്റ് ഐഡിയാസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ധ്യാനിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ വിഷമം അനുഭവിക്കുന്ന എല്ലാവർക്കും മൈ വിർച്വൽ ഹഗ്സ് ആൻഡ് ഐ ലവ് യു ഓൾ. ഐ ലവ് ഓൾ ഓഫ് മൈ ഓഡിയൻസ് ആൻഡ് എവറിബഡി വാച്ചിങ് ദിസ്. സോ സ്റ്റേ ഹാപ്പി. I love you. Bye.